സഞ്ജു, നീ ഷർട്ട് എടുക്കുന്നില്ലടാ. ഏട്ടൻ നോക്കിക്കോ, ഞാനിപ്പോൾ വരാം. അതുപോലെ ചെറിയൊരു വരവ്, ആരും നിൽക്കുന്ന പോലും നോക്കാതെ എന്നെ വലിച്ചേണ്ട ഒരു പോക്ക്. വന്നു നിന്നത് ഡ്രയൽ റൂമിൻ്റെ സൈഡിലാണ്. എന്നെ ചുമലിൽ തേച്ച് നിർത്തി തൊട്ടില്ല എന്ന രീതിയിലാണ് നിൽപ്പ്. രണ്ട് കൈയും വെച്ചിനെ ലോക്കിട്ട് എന്ന് വേണേൽ പറയാം. എന്താ? അവനൊന്നും മിണ്ടാതെ നിന്ന് നോക്കുന്നു. എന്തുവാ മനുഷ്യ, ആരും കണ്ടാൽ തെറ്റിയിരിക്കും മനുഷ്യ. നിന്നോട് ആരെയാണ് അങ്ങനെയൊക്കെ പറയാൻ പറഞ്ഞ്? എനിക്കൊരു ജോലി പോലും ഇല്ല. ഇനി നിന്നെല്ലാം കൂടി എൻ്റെ മണ്ടയിലെടുത്തിട്ട് വേണം ഞാൻ ഈ റോഡ് തേരാപാരം നടക്കാൻ. അയ്യടാ, പറഞ്ഞ കേട്ടാൽ തോന്നുമല്ലോ ഞാൻ നിങ്ങളെ കെട്ടാൻ നടക്കുവാന്ന്. അത് നിങ്ങളുടെ അച്ഛൻ ചോദിച്ചോണ്ടല്ലേ മനുഷ്യ ഞാൻ അങ്ങനെയൊക്കെ വിളിച്ചു പറഞ്ഞ്. സത്യം പറഞ്ഞാൽ ഇതിനൊക്കെ ഞാനാ നിങ്ങളോട് ദേഷ്യപ്പെടണ്ടേ? അത് ഞാനെന്ത് മലമറിച്ചും. പിന്നെ അല്ലാതെ നിങ്ങളുടെ കോഴി ബുദ്ധിയിൽ ഒരു ഐഡിയ പറഞ്ഞ് തന്നതും പോരാ. ഓൾറെഡി നിന്റെ കോഴി കുറെ നേരായി സഹിക്കണം. അതും പറഞ്ഞതിൻ്റെ വലത് കൈ അവൻ തിരിച്ച് പിന്നോട്ട് വെച്ചു. ആ വീട് മനുഷ്യ, വേദനിക്കുന്നു. ശവം നോക്കി നിൽക്കുക, വേദനിക്കുന്നു മനുഷ്യ. ഇങ്ങനെ ഞാൻ വന്ന് കയറിയ ദേഷ്യത്തിൽ ആഞ്ഞൊരു കടി കൊടുത്ത, പക്ഷെ കവളില്ല. കോഴിയാണ് അൽഫാമായി നിൽക്കുന്നു. ഒരനക്കവുമില്ല. കാറ്റ് പോയോ ഡിങ്ക? കോഴിയെ സൈഡിലോട്ട് ഒതുക്കി വെച്ച് നോക്കിയപ്പോൾ ദേ പുറകിലൊരാൾ നിൽക്കുന്നു. ചത്ത കോഴിയെ പോലെ. പാവം അങ്കിള്. കണ്ടു പേടിച്ചതാ. പിന്നെ അവിടെ നിൽക്കാൻ തോന്നിയില്ല. ഒരൊറ്റ ഓട്ടം നേരെ വന്ന് തനുവിൻ്റെ അടുത്താ. ചേച്ചി, എൻ്റെ വല്ല ഹെൽപ്പും വേണോടി? എന്ത് ഹെൽപ്പ്? പറ്റുകയാണൊന്നും മിണ്ടാതെ അങ്ങോട്ട് മാറി നിൽക്കും. അതാ നിനക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ സഹായം. ഒന്ന് സഹായിക്കാമെന്ന് വിചാരിച്ചാലും പുച്ഛം. ഇവിടെ അധികം നേരം നിൽക്കാനും പറ്റില്ല ഈശ്വര. ആ വിട്ടുപോത്തെങ്ങാനും വന്നാൽ തീർന്നു. ലജു, നിന്നോട് ഞാനൊരു കാര്യം പറയാൻ മറന്നു. വരുന്ന ബുധനാഴ്ച ഏട്ടൻ ഫ്രണ്ട്സിനൊക്കെ ഒരു ബാച്ചിലർ പാർട്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. നിനക്ക് തുണിയെടുക്കുമ്പോൾ നീ അതും കൂടി കണക്കാക്കി എടുക്കണേ. അതാണല്ലോ ഇപ്പം അത്യാവശ്യം. മനുഷ്യരുടെ കൈയും കാലും മറിച്ചിട്ട് നോക്കുമ്പോൾ താനും ഇന്ന് നോക്കുക. നീ എന്തിനാടി നിന്ന് വേർക്കുന്നേ? ആര് വേർക്കുന്നു? ഞാനിങ്ങ് വേർക്കുന്നില്ല. ശരിയാണല്ലോ ഈശ്വര, ആകെ മൊത്തം ഉയർത്ത് കുളിച്ചു നിപ്പ. അവളാളെ തുറിച്ച് നോക്കുകയും ചെയ്യുന്നു. ആ നീ എന്തിനാടി അതിന് ഇങ്ങനെ നോക്കണേ? ഒരു മനുഷ്യന് വീർക്കാനും പാടില്ലേ? ഓ എന്തൊരു ചൂടാ ഇവിടെ. ലവളെന്തോ ഭീകരജീവിയെ പോലെ പിന്നെയും നോക്കുന്നുണ്ട്. ഇത്രയും മേസിയുള്ള കടലിൽ നിന്നിട്ട് നിനക്ക് വേർക്കുന്നോടി? ഈ പെണ്ണ് സമ്മതിക്കൂല. ആണെനിപ്പോൾ എന്താ? നീ സാരി എടുക്കാൻ വന്നതല്ലേ, അല്ലാണ്ട് എന്നെ ഊട്ടിലേക്ക് ഇറങ്ങാൻ കൊണ്ടുവന്നൊന്നുമല്ലല്ലോ. ഒരു ഡയലോഗ് പറഞ്ഞതിന് അവള് വീണ്ടും നിന്ന് കണ്ണിലിട്ടുന്നു. സത്യം പറച്ചു, എന്ത് പണിയിപ്പിച്ച് വെച്ചിട്ടാ ഇപ്പൊ നീ വന്നേക്കുന്നേ? ഇവളെ കൊണ്ട് തോറ്റില്ല ഈശ്വര, ജീവിക്കാൻ സമ്മതിക്കൂല. നീ എന്താ തന്നെ ഒരുമാതിരി കുറ്റവാളികൾ നോക്കും പോലെ. നിന്നെ ഞാൻ ആദ്യമായിട്ട് കാണുമല്ലോ. എന്തോ ഉണ്ട്. അതാ നിനക്ക് വല്ലാത്തൊരു സ്നേഹം. മര്യാദയ്ക്ക് പറഞ്ഞു വെച്ചു, അല്ലെ ഞാനിപ്പോൾ സഞ്ജുവിനെ വിളിക്കും. നിനക്കിത് എന്തുവാ? എന്ത് പറയില്ല കാലമാടം. എൻ്റെ തനു ഒന്ന് വിശ്വസിക്കേ, ഞാനൊന്നും ചെയ്തിട്ടില്ല. നീ ഇത് വിട്ടേ. നിനക്കിപ്പോൾ ബാച്ചിലർ പാർട്ടിക്ക് പോകണം, അത്രയല്ലേ ഉള്ളൂ. അതിനിപ്പോൾ ഞാൻ എന്താ വേണ്ടേ? അച്ഛൻ്റെ പെർമിഷൻ വേണം. അതും വേണം, നീയും വരണം. അയ്യടി മോളെ, ഞാനെങ്ങും ഇല്ല. വന്ന് കട്ട പോസ്റ്റ് ആവാനല്ലേ? എല്ലാത്തിനും നിങ്ങളുടെ കെട്ടിന് ഇനി 2 ആഴ്ചയല്ലേ? പിന്നെ എന്തിനാ ഇപ്പോഴീ ഒരു പാർട്ടി? അത് പിന്നെ സഞ്ജു ഈ ഞായറാഴ്ച ചെന്നൈയിലേക്ക് പോകുമല്ലേ, അപ്പൊ അതിനു മുമ്പ് നടത്താൻ വേണ്ടിയാ. കാലമാടം കെട്ടിയെടുക്കുക. അപ്പോ അടിപൊളി. ഈശ്വര, ഇനിയിപ്പോൾ അങ്ങനെ പോണോണ്ട ഞാൻ അങ്ങനെ ചെയ്യുന്ന വിചാരിക്കുക. കാരണം എന്തോ ഒന്നും മണ്ടയിൽ കൊളുത്തിപ്പിടിച്ച് പോലെ. ഒരു ആന്തരം പിന്നെ ഒടുക്കത്തെ ഒരു ഇക്കിളും. പണ്ടാരം, ഇതിപ്പോ എന്ത് ചെയ്തിട്ടാ? ഡി വെള്ളം കുടിക്കടി, അത് പോവും. താൻ അപ്പം തന്നെ ബാഗിൽ നിന്ന് കുപ്പിയെടുത്ത് നീട്ടി ഗ്ലൂന്ന് കുടിച്ചിട്ടും അത് നിൽക്കുന്നില്ല. പുല്ലു, ഇക്കിളിന് വരാൻ കിട്ടുന്ന നേരം. ലെവളാണിൽ നിന്ന് ചൊറയുന്നു. കൃത്യം അവൻ്റെ പേര് കേട്ടപ്പോൾ തന്നെ നിനക്കെങ്ങനെ ഇക്കിള് വന്നു? മനുഷ്യൻ ചാവാൻ കിടക്കുമ്പോൾ തന്നെ നിനക്കിത് ചോദിക്കണല്ലേ? പണ്ടാരം നിൽക്കുന്നില്ല. താൻ പിന്നെ നിന്ന് സ്കാൻ ചെയ്യുന്നുണ്ട്. ഇങ്ങനെയാണെങ്കിൽ ഇവിടെ എന്നാൽ ശരിയാവില്ല. ഇവളെല്ലാം മിക്കവാറും മണത്ത് പിടിക്കും. എങ്ങോട്ടെല്ലാം ഓടാമെന്ന് വെച്ചാൽ തിരിഞ്ഞപ്പോഴാ എൻ്റെ അമ്മ ദേ വരുന്നു. കാലൻ ഇടിവെട്ടേറ്റ പോലെ നിന്നു എൻ്റെ ഇക്കിള്. ഇന്നിപ്പോ സമാധി തന്നെ. എന്നെ നോക്കിക്കൊണ്ട സാധനം വരുന്നേ. ഒന്ന് ചിരിക്കെങ്കിലും ചെയ്യും മനുഷ്യ. തിന്നോ കടിക്കോ എന്നെങ്കിലും ഊഹിക്കാലോ. ഇങ്ങോട്ടേക്ക് തന്നെ വരവ്. ഒന്നും നോക്കണ്ട, ഓടിയിട്ട് തന്നെ ബാക്കി കാര്യം. റെഡി, 1 2 3. ഡി പെടക്കോയി നിക്കടി അവിടെ. അയ്യോ, കാലമാട എന്നെ വിളിക്കണേ. തിരിഞ്ഞു നോക്കിയ മാറും. അറിയാത്ത ഭാവത്തിൽ ഒരു കാലൊടി എടുത്തങ്ങ് കുത്തിയതും. നിന്നോട് നിൽക്കാനാ പറഞ്ഞ്, ഓടിച്ചിട്ട് പിടിച്ചറിയാലൊടി പെടക്കോയി. ക്നാപ്പം പെടക്കോയി പോലും. ആരോട് മനുഷ്യ നിങ്ങളുടെ പെടക്കോയി? ഇത് എൻ്റെ വായിൽ വരിക്കുന്ന ഒരു കേൾക്കണ്ട. പിന്നെ കേട്ടാലും മതി. പൊളിഞ്ഞും മറിഞ്ഞൊന്നും ചെക്കന്മാരെ ഉമ്മ വെച്ച് വീഴ്ത്തുന്ന നിന്നെ പിന്നെ എന്തോ വിളിക്കാനാടി കോപ്പേ? അയ്യേ, ഇങ്ങനെ നാട്ടിക്ക് മനുഷ്യന്. ഭാഗ്യത്തിന് ഞാൻ കേട്ടിട്ടില്ലെന്ന് വെറുതെ തോന്നുന്നതാ.
എല്ലാം കേട്ടിട്ടുണ്ട് തനു. ഇതിലും വലിയ 4 സ്വപ്നങ്ങളിൽ മാത്രം. എന്തൊക്കെയാ ലച്ചു ഞാൻ കേക്കണേ? ഇപ്പൊ മനസ്സിലായി എനിക്കെല്ലാം. ഇനി തനു നീ വിചാരിക്കും പോലും ഒന്നല്ല ഇങ്ങനെ വെറുതെ. അതേടി എന്റെ തലയ്ക്ക് പിന്നെ ഓളമല്ലേ ഓരോന്നങ്ങ് വിളിച്ച് പറയാൻ. ഓളമല്ല മനുഷ്യ, ഒന്നാമതിനെ പിരിയടക്കി കിടക്കുക നിങ്ങൾക്ക്. ഓ അത് നന്നാക്കാനായിരിക്കും നീ എന്നെ പബ്ലിക്കായി പിടിച്ചത്. അയ്യോ ഒന്ന് വായെടുക്കും മനുഷ്യ. ഉടുപ്പില്ലാതെ കിടന്ന് കൂന്ന് നോക്കും. പെണ്ണുങ്ങളെ വശീകരിച്ചു കൊണ്ട് പോയതും പോരാ. ഈശ്വര എന്തൊക്കെയാണ് കേക്കണേ? തനുവ ഇവളോട് എങ്ങനെ പറയുമെന്നും നടന്നിട്ടില്ലെന്ന് കിടന്ന് തുള്ളാനൊരു കാലനും. ആരടി പുല്ല് വശീകരിച്ച് മനുഷ്യനെ മയക്കൂലെന്ന് ഒപ്പിച്ചത് നീയല്ലടി. അയ്യടാ പറഞ്ഞ കേട്ട തോന്നുമല്ലോ ഞാൻ നിങ്ങളെ മയിലെണ്ണ ഇട്ട് വളച്ചതെന്ന്. അല്ല നിങ്ങളോട് ആരാ മനുഷ്യ എന്നെ കണ്ട് മയങ്ങാൻ പറഞ്ഞേ? ആര് മയങ്ങി? പിന്നെ നീ അങ്ങ് വളക്കാൻ വന്ന് ഞാനിങ്ങ് മയങ്ങാൻ നിൽക്കുമല്ലേ? അതേപ്പറ്റി നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട. കിളിപ്പോയ കോഴിയെ പോലെ നിങ്ങൾ നിൽക്കണത് ഞാൻ കണ്ടതാ മനുഷ്യ. ഒന്ന് മതിയാക്കി ലച്ചു, എനിക്ക് വയ്യതൊന്നും കേൾക്കാൻ. ഇത് നീ വിചാരിക്കുന്നില്ല തനു. അതെങ്ങനെ ഈ കാൽമട ഗ്യാപ്പ് തരണ്ട പറയാൻ? എന്തായാലും എനിക്ക് കേൾക്കണ്ട. താൻ എപ്പോഴേക്കും ഞങ്ങളുടെ ഇടയ്ക്ക് കയറിയെന്നു. രണ്ടും കൂടി ഓരോന്ന് കാണിച്ചു കൂട്ടുന്നു പോരാ, എന്നിട്ട് ബാക്കിയുള്ളവരെ പൊട്ടന്മാരാക്കുക. അയ്യോ ഇതല്ല, മതി വിശദീകരിച്ചത്. എനിക്ക് തൃപ്തിയായി. ഈശ്വര എന്തിനെങ്ങനെ ബാക്കിയുള്ളവരായിട്ട് വെള്ളം കുഴിപ്പിക്കണേ? ഈ ഏട്ടനെയും കാണുന്നില്ലല്ലോ ദൈവമേ. മനുഷ്യനെ ഒറ്റക്കാക്കി പോയേക്കുന്നു ദുഷ്ടൻ. ഏട്ടനെവിടെ അച്ഛനോട് സംസാരിച്ച് നിൽക്കുക ഏട്ടത്തി. ഓ അപ്പൊ അങ്കിളിന് ജീവനുണ്ട്. സഞ്ജു നീ കുറച്ചു നേരം ഇതിനോട് മിണ്ടാൻ നിൽക്കുവോ? ഇവളെയും കൂടി കൊണ്ടുപോയേ, അത് കണ്ട് അങ്കിളിന് അറ്റാക്ക് വരും. അതുകൊണ്ടാ ഇവിടെ നിർത്തണേ. ദയവ് ചെയ്ത് നിങ്ങൾ രണ്ടാളും കുറച്ചു നേരം ഒന്ന് അടങ്ങി നിൽക്കണം. ഞാൻ ഒന്ന് പോയി ഏട്ടിനെ വിളിച്ചിട്ട് പെട്ടെന്ന് വരാം. എഴുതി ധൈര്യമായി പൊക്കോ. എല്ലാവരും ഞാൻ ഈ മുതലിനോട് മിണ്ടാൻ പോണില്ല. ഓ പിന്നെ എനിക്ക് പിന്നെ നിങ്ങളോട് മിണ്ടിക്കോളാം അങ്ങ് മുട്ടി നിൽക്കുവല്ലേ. ഓ നിങ്ങളിനി അതിൽ പിടിച്ച് തുടങ്ങല്ലേ. 5 മിനിറ്റ് ഞാൻ ഇപ്പം വരാം. തനു പോയത് ഞാൻ തിരിഞ്ഞു നിന്നു. എല്ലാവരും മാർക്ക് കാണണം. നിങ്ങളുടെ മോന്ത ശവം എന്തായാലും ചെന്നൈക്ക് കെട്ടിയെടുക്കുമല്ലേ. പോട്ട് പണ്ടാരം. വെറുതെ ഞാൻ തിരിഞ്ഞു നോക്കി. ഓ അങ്ങേരെ അവിടെ കസേരയിലിരിപ്പാ. നോക്കണ നോട്ടം നോക്ക്. തനി കോഴി തന്നെ. തൊട്ടടുത്ത് നിന്നിട്ട് തന്നെ ഇതാണ് നോട്ടമെങ്കിൽ ബാക്കി പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞു വീഴ്ത്തുമല്ലേ ഈശ്വര. എന്തുവാടി നോക്കി വെള്ളം ഇറക്കണേ? ഇങ്ങനെയാണ് ഈ കാലിനെ മിക്കവാറും ചെന്നൈക്ക് പോകാൻ ഞാൻ ബാക്കി വെച്ചേക്കില്ല. അല്ല മനുഷ്യ നിങ്ങളെ ചെന്നൈക്ക് കെട്ടിയെടുക്കാന്ന് കേട്ടു. ഈ ആണ്ടിലെങ്ങാനും തിരിച്ചു വരില്ലായിരിക്കും അല്ലേ? ഓ എന്നെ കാണാതെ ഇരിക്കാൻ പറ്റില്ലായിരിക്കും. നിന്റെ പൂതി മനസ്സിലേക്കത്തേ ഉള്ളൂടി. ഇങ്ങനെ ഞാൻ വാഴിന്ന് വല്ലതും വീഴാൻ വേണ്ടി കാത്തു നിൽക്കുക. അതിനെ തളം വെച്ച് കയറാൻ ഞാൻ പിന്നെയും തിരിഞ്ഞു നിന്നു. ഒന്നുകൂടി വെറുതെ തിരിഞ്ഞു നോക്കി. ഇപ്പോഴും നോക്കുന്നുണ്ടോന്ന് അറിയണല്ലോ. ശവം പിന്നെയും നോക്കിക്കൊണ്ടിരിക്കുക. എന്തുവാടി പെടക്കോയി പിന്നെ നിന്ന് കുറുകുന്നേ? ഇങ്ങനെ ഞാൻ കുറെ നേരെ സഹിക്കുന്നു. ആരോട് നിങ്ങളുടെ പെടക്കോയി? ചുമ്മാ നിൽക്കാന്ന് വിചാരിച്ച കിളിച്ചോണ്ട് പിന്നെയും വരുക. അയ്യടി അപ്പൊ നീ ഒളിഞ്ഞും പറഞ്ഞ എന്നെ നോക്കിയതാ? അയ്യടാ നോക്കാൻ പറ്റിയ ചളുക്ക്. നിങ്ങളപ്പോൾ എന്നെ നോക്കിക്കൊണ്ടിരിക്കണ്ടല്ലോ മനുഷ്യ. ഞാൻ നോക്കട കണ്ടോ? നീ എൻ്റെ നോട്ടത്തെ കുറിച്ചൊന്നും പറയേണ്ടടി പുല്ലേ. നിന്റെ ചാട്ട എങ്ങോട്ടൊന്നാക്കി എനിക്ക് നന്നായി മനസ്സിലാവുന്നുണ്ട്. ശവം ഇങ്ങനെ വായ്ക്കകത്ത് കുത്തിക്കയറ്റ ഒന്നും ഇല്ലല്ലോ ഈശ്വര. ഒരു തുണി ഇങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ. എന്തുവാടി കിടന്ന ചീടുന്നേ? പിന്നെയും തുടങ്ങി കാറല്. ഇങ്ങനെ ലവൻ എന്നെ നോക്കുന്നുണ്ട്. കയ്യിൽ കിട്ടിയതൊരു മുഴുവൻ സാരിയും. കോഴി എണീക്കാൻ തുടങ്ങിയത് ഞാനോടി മടിയിൽ കയറിയിരുന്നു. ഒരു നിമിഷം അങ്ങനെ ഒന്ന് ഞെട്ടി. ആ ഗ്യാപ്പിൽ തന്നെ തള്ളിക്കയറ്റി 1 മീറ്റർ തുണി അവൻ്റെ അണ്ണാക്കിലോട്ട്. ഇനി എങ്ങനെ മിണ്ടൂന്ന് കാണാം. ഇനി നിങ്ങളെങ്ങനെ ചൊറിയെന്ന് കാണാം. ഈ കസറിൽ കെട്ടിയിട്ടാലോ സാധനത്തെ? വിചാരിച്ചില്ല. അതിനിടയ്ക്ക് അവൻ സാരി ചുറ്റി വരിയുന്നു. എന്ത് കൂപ്പ മനുഷ്യൻ കാണിക്കുന്നേ. കുതിരി മാറാൻ നോക്കിയതാ. അമ്മ ടപ്പോ ദേ കിടക്കുന്ന എല്ലാം കൂടി മറിഞ്ഞടിച്ച തറയിൽ കസേരയും കോഴിയും മേലെ നട്ടുവെച്ച വാഴയും. ഇങ്ങേർക്ക് ഭ്രാന്താണ്. വിടടോ കാട്ടള, എനിക്ക് എണീക്കണം. അവൻ കിടന്ന് തലകുടയുന്നു. സാരിയിൽ പൊതിഞ്ഞു വയ്ക്കാൻ ഞാനെന്താ വായിക്കൂലയോ? ലവൻ പിന്നെയും കിടന്ന് കുതിർന്നു. ഓ അതിന് മിണ്ടാൻ പറ്റുന്നില്ല. എനിക്കായാലും കൈ അനക്കാനും വയ്യ. എങ്ങനെ വായ വെച്ച് കടിച്ച് ഞാൻ സാരി വലിച്ചൂരി. ഇനിയെങ്കിലും വിട് മനുഷ്യ. ആരെങ്കിലും കണ്ടാൽ ഇത് മതി. നിന്നോട് ഒരടി കുരിപ്പ് എന്റെ മേത്ത് വന്ന് വീഴാൻ പറഞ്ഞ് എനിക്ക് പൂടി പുല്ലേ. അയ്യടാ പിടിച്ച് വെച്ചേക്കുന്ന പോരാ. അതുകൊണ്ട് സാരി വിടും മനുഷ്യ. അയ്യടി അങ്ങനെ ഇപ്പൊ എന്നെ മാത്രം ഇവിടെ കിടത്തിട്ട് നീ എണീറ്റ് ഓടണ്ട. വരട്ടെ എല്ലാവരും വന്ന് കാണട്ടടി കോപ്പേ. നീ എന്നെ വശീകരിച്ച് വീഴ്ത്തിയത്. നിങ്ങളെന്നെ മനുഷ്യ എന്നെയും കൂടി തള്ളിയിട്ട്. എന്നിട്ട് വശീകരണം പോലും വല്ല കുലുക്കൊണ്ടോ നോക്ക്. ഈശ്വര ഇതിനാരൊക്കെ കണ്ടോണ്ട് വരുമോ? പറഞ്ഞു തീർന്നില്ല. ദൈവമായിരുന്നു തനും നിരഞ്ജൻ ചേട്ടനും. അയ്യോ ഇതെന്ത് പറ്റി? ദൈവമിന്റെ സാരി. നീ ദുഷ്ടേ, നിന്നോട് അടി കൊണ്ടി നിൽക്കാൻ പറഞ്ഞിട്ടില്ലടി. ഞാൻ പോയേ. മനുഷ്യൻ എടുത്തു വെച്ച സാരിയെ കിട്ടുള്ളൂ നിനക്ക് തല്ലുകൂടാൻ. നിന്റെ ഒരു സാരി
മനുഷ്യൻ ആദ്യം പോത്തിന്റെ അടുത്ത് നിന്ന് രക്ഷിക്കടി. പോത്ത് നിന്റെ സഞ്ജു ഒന്ന് നിർത്തടാ. നിരഞ്ജൻ ചേട്ടനാ. താനിവിടെ നിൽക്കുക, ഞാൻ പോയി ആരെങ്കിലും വിളിച്ചുകൊണ്ട് വരാം. ചേട്ടാ അതൊന്നും വേണ്ട, ഈ കാലമട സാരി പിടിച്ച് വെച്ചേക്കുവാ ചേട്ടാ. അത് വിട്ടേ എനിക്ക് എണീക്കാൻ പറ്റും. ഈ തുരപ്പം വിടാത്തതാ. ഞാനൊന്നും പിടിച്ചു വച്ചിട്ടില്ല ഏട്ടാ. ഈ പൂതനയ്ക്ക് ഭ്രാന്ത. നാവെടുത്ത കള്ളേ വരുള്ളൂ പണ്ടാരക്കാലൻ. ഓ ഒന്ന് മതിയാക്കി രണ്ടും. ഞാൻ ആരെങ്കിലും വിളിച്ചോണ്ട് വരാം. ചേട്ടൻ അപ്പം തന്നെ വെപ്രാളത്തിൽ ഓടി. തനിവാണല്ലോ അവിടെ ഒരു കസേരയിലിരുന്ന് കരയുവാ. ഷടാ, ഒരു സാരിക്ക് ഇവിടെ എന്തിനും ഇത്രയും ഓവറാക്കുന്നേ? ലവനാണെങ്കിൽ എന്നെ തന്നെ നോക്കുന്നുണ്ട്. ഞാൻ മുഖം തിരിച്ചു വെച്ചു. ഒരു ചെക്കൻ്റെ മേത്ത് മലനടിച്ച് കിടന്നിട്ട് വല്ല ഉളുപ്പുണ്ടോ നോക്ക്. അയ്യടാ, എന്നെ കെട്ടിപ്പിടിച്ചോണ്ട് കിടന്നോ പോരാ. നാണുണ്ടോ മനുഷ്യ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ? നിങ്ങളുടെ കൈവിട്ട ഞാൻ എങ്ങനെയെങ്കിലും എണീക്കാലോ മനുഷ്യ? അയ്യടി, അപ്പോഴും സ്വന്തം കാര്യം മാത്രം നോക്കണം. അവിടെ അടങ്ങി കിടക്ക ശവമേ. ശവം നിങ്ങളുടെ തുടങ്ങിയോ രണ്ടും. തനുവ ഇപ്പൊ വല്ലതും മിണ്ടിയ അവളെ സാരിയോടെ കത്തിക്കും. ഈ നിരഞ്ജേട്ടൻ ഇനി ഫയർഫോഴ്സിനെ എങ്ങാനും വിളിക്കാൻ പോയതാണോ എന്തോ. കാണുന്നില്ല. അടിപൊളി. നോക്കടി കോപ്പെ, ഏട്ടമരുന്നേ. കാലം പറഞ്ഞു കേട്ട് ഞാൻ തലതിരിച്ച് നോക്കി. നിങ്ങളെ ചേട്ടനെ വേറെ ആരും കിട്ടിയില്ല മനുഷ്യ കൂട്ടിക്കൊണ്ട് വരാൻ. നോക്കുമ്പോഴുണ്ട് അമ്മയും അച്ഛനും ലതാൻ്റെയും അങ്കിളും ഒരു ചെണ്ട കൂടി ആക്കാമായിരുന്നു. വിചാരിച്ച പോലെ തന്നെ എല്ലാവരും ഞങ്ങളെ നോക്കി വണ്ടറടിച്ച് നിപ്പ. പിടിച്ചെണീപ്പിക്കുന്ന പോയിട്ട് ഒരു ഡയലോഗ് പോലുമില്ല. അങ്കിള് പിന്നെയും കണ്ണ് ചിമ്മിയൊക്കെ നോക്കുന്നുണ്ട്. പാവം, ജീവനുണ്ടെന്നേ ഉള്ളൂ. നടപ്പൊക്കെ ആരോ കീ കൊടുത്ത വിട്ട പോലെയാ. ഇനി ഇതും കൂടി കണ്ട അയ്യോ, ഇവരെന്താ ഈ സാരിക്കകത്ത്? അങ്കിളിന്റെ സൗണ്ടാണല്ലോ. ഈശ്വര, ഒരു ഷോക്കില് പോയ കിളികള് മറു ഷോക്കില് വരുന്ന പറയണത് എത്ര സത്യ. നോക്കി നിൽക്കാതെ വന്ന് പിടിക്കട അശോക. അങ്കിളിൽ മാത്രമേ ഉള്ളൂ ഒരു ശുഷ്കാന്തി. എന്നാലും എൻ്റെ പിള്ളേരെ നിങ്ങളെങ്ങനെ ഇതിനകത്തായി? കാലിട്ട് സാരിയിൽ വീണത് അങ്കിളെ. കാല് മടിക്കൊരു തൊഴി തരാനാ തോന്നിയ രണ്ടിനും. ഒരു കടയിൽ വന്ന് കാണിച്ചു വെച്ചേക്കുന്ന നോക്ക്. അച്ഛനാ എണീക്കുന്നുണ്ട് രണ്ടും. അലർച്ച കേട്ടതും ലവൻ സാരിന്ന് പിടിവിട്ടു. ഷടപടയെന്ന് ഞങ്ങൾ ചാടി എണീറ്റു. ലച്ചുവിനെല്ലാലും വന്ന് വഷളത്തിനെ കുറിച്ച് കൂടുതലാ. അമ്മയും തുടങ്ങി. അതെങ്ങനെ നീ തന്നെ കൊണ്ടുവരുന്ന വഷളാക്കി? ഇത് പെണ്ണാണെന്ന് ബോധം പെടുന്ന നിനക്കുണ്ടോ? ആദ്യം അതിനങ്ങ് അയച്ചു വിട്ടേക്കുവാ. ഞാനോ? ആ നീ തന്നെ. അമ്മ പിന്നൊന്നും മിണ്ടിയില്ല. വിട് അശോക, പിള്ളേരല്ലേ. അങ്കിളാ. ഏത് ഈ പോത്ത് പോലെ വളർന്ന ഇതുങ്ങളോ? നിങ്ങളെയാ. ഒച്ച തരി ഞാൻ സഞ്ജുനെ നോക്കി. പൂടി. ശബ്ദം കേൾപ്പിക്കാതെ അവൻ ചുണ്ടനക്കി. പോട്ടെ അശോക, നമുക്ക് എല്ലാത്തിനും വഴിയുണ്ടാക്കാം. അങ്കിൾ അച്ഛനെയും കൂട്ടി നടന്നു പോയി. ഇപ്പോൾ ബാക്കി എല്ലാവരും ഞങ്ങളെ നോക്കി തുറപ്പിക്കുക. പുറമായിട്ട് കുറേ സെയിൽസ് ഗേൾസും. ഇത്രയും പേരുണ്ടായിട്ടാണോ എന്നെ ഇങ്ങനെ തറയിലിട്ട് ഉരുട്ടുമ്പോൾ നോക്കി നിന്നേ? ആരേലും ഒന്ന് ഒച്ച വെച്ച് വന്നിരുന്നെങ്കിൽ, ഒന്ന് കരഞ്ഞെങ്കിൽ ഞങ്ങൾ എപ്പോഴും വാലും പൊക്കി ഓടിയേനെ. അപ്പോഴേക്കും അച്ഛനും അങ്കിളും തിരിച്ചെത്തി. മതി ഷോപ്പിംഗ് ഒക്കെ, സാധനങ്ങളൊക്കെ എടുത്തെല്ലാം ഇറങ്ങിക്കോ. അച്ഛൻ്റെ കലിപ്പ് മാറിയിട്ടില്ല. അതുകൊണ്ട് മിണ്ടാണ്ട് ഞാനും പിറകെ നടന്നു. നോക്കുമ്പോണ്ട് ഒരു പെണ്ണ് ഓടി വന്നിനെ തടഞ്ഞു നിർത്തി. ഒരു പൊതിയേൽപ്പിക്കുന്നു. തറയുന്ന തൂത്തുവാരിയ സാരിയാ. താങ്ക്സ്. കൃത്യസമയത്ത് തന്നെ ഒരു ബില്ലിങ് അച്ഛൻ്റെ കയ്യിലും. ബ്രൈഡൽ സെറ്റ് കാഞ്ചീപുരം സാരി ഒന്ന് 17,500 രൂപ. ഒടിഞ്ഞ കസേര ഒന്ന് 1000 രൂപ. ഈശ്വര, ഇതിലും ഭേദം ഒരു വായ തന്നെ മതിയായിരുന്നു. ഒരു കൊലയെങ്കിലും കിട്ടിപ്പോയിനെ. ഞാൻ കേൾക്കാതെ ഭാവത്തിൽ നിന്നു. നീ ആ ബില്ലിങ് താശോക, ഞാൻ അടയ്ക്കാം. അങ്കിളാ, എന്നാ നീ തന്നെ അടിച്ചോ. എന്നിട്ട് ശ്രീധരത്തിൽ കുറിച്ചോ സതീശ. കൊലച്ചിരി നോക്ക് രണ്ടിൻ്റെയും. ആരുടെ ശ്രീധരം? ഞാനും സഞ്ജും കോറസിലും. നിന്റെ തന്നെ അത്രയ്ക്കല്ല അഹങ്കാരം. അപ്പൊ പിന്നെ ഞാനായിട്ട് എന്തിനാ ഇത് വെച്ച് താമസിപ്പിക്കണേ? തനുവിൻ്റെ കൂടെ തന്നെ നിന്റെ അങ്ങ് നടത്താൻ തീരുമാനിച്ചു ഞങ്ങള്. ദൈവമേ, കേട്ടിട്ട് ശരിക്കും തല ചുറ്റുന്ന പോലെ. മാമന് ആരെ ഉദ്ദേശിച്ച വരനായിട്ട്? സഞ്ജുവാ. ട്യൂബ് ലൈറ്റിനാണോ ഈശ്വര എൻ്റെ തലയിൽ? നീ തന്നെടാ മോനെ. അപ്പൊ എൻ്റെ ജോലി ഇവളെ മേച്ചിട്ട് സമയം കിട്ടിയാലല്ലോ മോനെ അതിൻ്റെയൊക്കെ ആവശ്യം. അതും പറഞ്ഞ അച്ഛൻ ദേ പോണു ലിഫ്റ്റ് കയറാം. ലവനാണ് എന്നെ നോക്കി പിറിവിറക്കുക. ഇനിയും നോക്കി നിങ്ങളുടെ കണ്ണ് രണ്ടും കൂടി ഞാൻ കുത്തി പൊട്ടിക്കും മനുഷ്യ. ഇവിടം വരെ കൊണ്ടെത്തിച്ചതും പോരാ, പോടി. ഞാനൊന്ന് ഓടിച്ചെന്ന് ലിഫ്റ്റിൽ കയറി. വാതിലടയുമ്പോൾ സഞ്ജയ് അവിടെ നിന്ന് എന്നെ നോക്കുന്നുണ്ട്.